നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവച്ച് സഹനടിയായി നിരവധി സിനിമകളിൽ തിളങ്ങിയിട്ടുള്ള അഭിനേത്രിയും അമ്മ സംഘാംഗവുമായ ജോളി ഈശോ പങ്കുവച്ച വാക്കുകളാണ് സിനിമാ ലോകത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. സിനിമയിൽ നിന്ന് മോശാനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും എന്നാൽ കരിയറിന്റെ തുടക്കത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കമന്റടി തന്നെ അസ്വസ്ഥയാക്കിയിരുന്നുവെന്നും പിന്നീട് അത് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമ ചോദിച്ചിരുന്നുവെന്നും ജോളി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി. ജോളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സൂപ്പർ താരങ്ങളുടെ കൂടെ അടക്കം അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ശ്വാസം മുട്ടുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ മോഹൻലാലിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാൽ കമന്റ് പറയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ആദ്യമായി അഭിനയിക്കുന്നത് സ്ഫടികത്തിലാണ്. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. പുള്ളിയാണെങ്കിൽ ഭയങ്കരമായി കമന്റ് അടിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചെറുപ്പം കൂടി ആയതുകൊണ്ട് ഞാൻ ആകെ നിന്ന് വിയർക്കും. പെണ്ണായിട്ട് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ താനും. അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ കൂടെ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ശേഷം പ്രജ സിനിമയുടെ ചിത്രീകരണത്തിനിടെ അക്കാര്യം മോഹൻലാലിനോട് നേരിട്ട് പറയുകയും ചെയ്തു. ഷൂട്ടിന്റെ അവസാന ദിവസമായിരുന്നു അത്. പുള്ളി നമ്മളെ നിരന്തരം കളിയാക്കുന്നത് സ്ഥിരമായിരുന്നു. ഒരു കാര്യം പറയാനുണ്ട് ലാലേട്ട എന്ന് പറഞ്ഞ് ഞാൻ സമീപിച്ചു. എന്താ ജോളി എന്ന് അദ്ദേഹം ചോദിച്ചു. ലാസ്റ്റ് ദിവസമായിരുന്നത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുത്തിരുന്നു. അത് വനിതയിൽ വരികയും ചെയ്തിരുന്നു. ഇന്ത്യ ടുഡേയിലും വന്നിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചില്ല എന്നത് വേറെ കാര്യം. എന്താ ജോളി, എന്താ പ്രശ്നമെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ട, ഞാൻ വിവാഹിതയായ സ്ത്രീയാണ്, കുട്ടികളുണ്ട്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ പുതുതായി സിനിമയിലേക്ക് വരുന്ന കുട്ടികളുടെ കാര്യങ്ങൾ എത്രമാത്രമായിരിക്കും അവർ ചിന്തിക്കുക എന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് നമ്മൾ ആലോചിക്കണമെന്നും ഞാൻ ലാലേട്ടനോട് പറഞ്ഞു. അതുകൊണ്ട് അവർ നമ്മളോട് സ്വതന്ത്രമായി ഇടപെടുവാൻ തുടങ്ങും. മുൻപ് ഇങ്ങനെ കളിയാക്കരുത് എന്നൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ കേട്ടാൽ കുലുങ്ങാത്ത ആളാണ് ഞാൻ. പുതുതായ ആളെന്ന പേടിയും ഇല്ല. പക്ഷെ എന്നിട്ടും ലാലേട്ടന്റെ കമന്ററി കേട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. കേട്ടയുടൻ അദ്ദേഹം സോറി പറയുകയായിരുന്നു. അയ്യോ ജോളി, സോറി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. അല്ലാതെ വേറെ ആരും എന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറിയിട്ടില്ല. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് വേണ്ട സീറ്റ് ആളുകൾ തരാറുണ്ട്. ലാലേട്ടൻ സൂപ്പർ താരമാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനി ചാൻസ് കിട്ടാതിരിക്കുമോ എന്ന പേടിയൊന്നും എനിക്ക് ഇല്ലെന്നും ജോളി പറയുകയുണ്ടായി. അതുപോലെ തന്നെ അമ്മയിൽ പലതും ചീഞ്ഞു നാറുന്നുണ്ടെന്നും പുകയുന്നുണ്ടെന്നും നടി ജോളി ഈശോ പറയുന്ന വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട്. സൂപ്പർ താരങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും സംഘടനയിൽ നിന്ന് പോകരുതെന്ന് ആഗ്രഹിക്കുന്നതെന്നും അവർ പറയുന്നു. സംഘടനയിൽ നിന്ന് പോയാൽ വഴിയാധാരമാവുന്നത് പാവപ്പെട്ട കലാകാരന്മാരാണ്. വലിയ സഹായമാണ് അവർക്കൊക്കെ അമ്മ നൽകുന്നതെന്നും നടി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ബാബു നമ്പൂതിരി മുൻപ് പെൻഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറയുകയുണ്ടായി. എനിക്ക് അത്യാവശ്യം വർക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം അത് നിരസിച്ചത്. അത് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഇനി തരണം, കാരണം വർക്ക് ഒന്നുമില്ല, സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളാണ് എന്ന്. അതവിടെ അനൗൺസ് ചെയ്യുകയും പുള്ളിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. എല്ലാ പ്രാവശ്യവും 2-3 പേർക്ക് അനുവദിക്കുന്നത് സ്ഥിരമാണ്. പക്ഷേ ഇപ്രാവശ്യം പുതിയ ആളുകൾക്ക് കൊടുത്തിരുന്നില്ല. എല്ലാ വർഷവും പുതിയ കുറച്ചു പേർക്ക് പെൻഷൻ അനുവദിക്കാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും തന്നെ നടന്നിട്ടില്ല. മീറ്റിംഗിന് ചെല്ലുമ്പോൾ ഇവർ വാഗ്ദാനങ്ങൾ തരാറുണ്ട്. വർക്ക് ഇല്ലാത്തവർക്ക് വർക്ക് ഉണ്ടാക്കി തരും എന്നൊക്കെയാണ് പറയുക. ഒന്നും നടക്കില്ല. ചില പ്രോഗ്രാമിനെ വിളിക്കാമെന്ന് പറയും, എന്നാൽ വിളിക്കാറുമില്ല. ചാനലുകൾ ആവശ്യപ്പെട്ടവരെ വെച്ചാണ് ചെയ്തത് എന്ന് പറയും. ഇങ്ങനെ പല കാരണങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ പിന്നെ ചോദിക്കാറുമില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോ ഗിഫ്റ്റ് തരുന്നത് പതിവാണ്. ഒത്തിരി ഗിഫ്റ്റുകൾ വരും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഗിഫ്റ്റ് വേണ്ട എന്ന്. കാരണം പലരും എന്നോട് പരാതി പറഞ്ഞു. പല ആർട്ടിസ്റ്റുകൾക്കും ഗിഫ്റ്റ് കിട്ടുന്നില്ല. അവർ മുഖവും ആളും നോക്കിയാണ് സമ്മാനം കൊടുക്കുന്നത് എന്ന്. അമ്മയിലല്ല, ആത്മസംഘടനയിലാണ് അത്. കാരണം അതിനകത്ത് ചെറിയ വേഷം ചെയ്തവരൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഇത്തവണ അക്കാര്യം ഞാൻ പറയും. അമ്മയിൽ പല കാര്യങ്ങളും പുകയുന്നുണ്ട്. അതെല്ലാം തന്നെ ഒന്ന് നന്നായിട്ട് പുകഞ്ഞു കത്തി തീർന്നിട്ട് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാരണവശാലും അമ്മ സംഘടന നിർത്തിപ്പോകണമെന്ന് ഞാൻ ആരും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. സംഘടന അതിനായി നിൽക്കുകയുമില്ല. കാരണം ഒത്തിരി പേരുടെ കണ്ണുനീരും പ്രാർത്ഥനകളുമുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഒക്കെ മൗനം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണം കാണും. അവരൊക്കെ തൻ്റെ ഇടം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഉള്ളവരൊക്കെ തന്നെയാണ്. ഇത് എവിടെ വരെ പോകുമെന്ന് കാണട്ടെ എന്നറിയാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. അത് കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കുറെ പേര്.
ഒരിക്കലും മമ്മൂക്ക പറഞ്ഞു കിട്ടുന്നത് പെൻഷനല്ല കൈനീട്ടമാണ് എന്ന്. കൈനീട്ടം നിങ്ങൾ ചോദിച്ചു മേടിക്കേണ്ടതല്ല, അത് അറിഞ്ഞു തരേണ്ടതാണെന്ന്. ഇത് ചോദിക്കാൻ പോയ പുള്ളിക്കാരന് വലിയ സങ്കടമായി. ആ പുള്ളി കരഞ്ഞു. ആ പുള്ളിക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അമ്മയിൽ ഈ വർഷം കാണുന്നവരെ അടുത്ത വർഷം കാണാറില്ല എന്നതാണ് അവസ്ഥ. പുള്ളിക്ക് ഭയങ്കരമായ കഷ്ടപ്പാടായിരുന്നു. ചിലർ പറയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് എടുപ്പിച്ച് എനിക്ക് തന്നു എന്നൊക്കെ. അതേസമയം നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ വിസ്മയ മോഹൻലാലിനെ പ്രശംസിച്ചവർ ഏറെയാണ്. എന്നാൽ വിസ്മയെ എതിർത്തും നിരവധി പേര് രംഗത്ത് വന്നിരുന്നു. മേജർ രവി വിസ്മയുടെ പ്രതിഷേധത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മേജർ രവിയുടെ രൂക്ഷമായി വിമർശിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മോഹൻലാലിനൊന്നും നാണമില്ല. സത്യം പറഞ്ഞാൽ മോഹൻലാലിന് സുരേഷ് കുമാറിനെ പോലെ ഒരാളെയാണ് വേണ്ടത്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർ മതി. മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. വിദേശത്ത് പോയി പഠിച്ചത് കൊണ്ടാണ് വിസ്മയുടെ തലയിൽ ആൾ താമസം ഇല്ല. രാജ്യ താല്പര്യമെന്ന് എതിർത്ത് പറയുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യ താല്പര്യങ്ങളും നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണോ ഞങ്ങളൊക്കെ പഠിക്കേണ്ടത്? മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ വീണ്ടും മേജർ രവിയുടെ സിനിമ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ചെയ്താൽ ആന്റണി അന്ന് മോഹൻലാലുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. പരസ്യമായി വിസ്മയ്ക്കെതിരെ വാചകമടിക്കുന്ന മേജർ, രാജ്യസ്നേഹം ഇവന്റെയൊക്കെ കുടുംബവകയാണോ? നമ്മൾ ജനിച്ചു വളർന്ന നാടൊക്കെ നമുക്ക് സ്നേഹമുണ്ടല്ലോ. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവർ ഭരിക്കുമ്പോൾ മാത്രമാണോ രാജ്യസ്നേഹം? പറഞ്ഞാൽ കൂടിപ്പോകും. വിസ്മയ അഭിനയിച്ച സിനിമ തല്ലിപ്പൊളി ആയാലും പടം എല്ലാവരും കേരളത്തിലെ യുവജനങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് ആ പടം വിജയിപ്പിക്കണം. ആന്റണിക്ക് കാശുണ്ടാക്കാനല്ല ഞാനിത് പറയുന്നത്. മോഹൻലാലിനോ ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാത്ത പ്രണവിന് പോലുമില്ലാത്ത ആർജവം വിസ്മയെ പോലെ ആ കുട്ടിയെ കാണിച്ചെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. അതേസമയം വിസ്മയ മോഹൻലാലിന്റെ നായക ാകുന്ന തുടക്കം എന്ന ചിത്രം ഓണം റിലീസായിട്ടാണ് എത്തുക. ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററുമായിട്ടാണ് റിലീസിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നത്. ഒരു ബസിന്റെ വിൻഡോ സീറ്റിൽ അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന വിസ്മയെ പുതിയ പോസ്റ്ററിൽ കാണാനാകും. വിസ്മയുടെ തുടക്കം എന്ന അടിക്കുറിപ്പോടെയാണ് പുതിയ പോസ്റ്റർ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷിനെയും പോസ്റ്ററിൽ കാണാനാകും. 2018 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടക്കം. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന 37ാമത് ചിത്രമാണ് ഇത്. സഹോദരൻ പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയൻ സിനിമയിലേക്ക് എത്തുന്നത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്.